അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വാർത്തകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് ആ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. ശശി തരൂരും ആ ഗണത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ? അതാണ് ഇപ്പം നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കാര്യം. തരൂരും MP സ്ഥാനം കളയുന്നില്ല, വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം രാജിവെച്ചാൽ മതി. തോറ്റാൽ വീണ്ടും MP ആയിട്ട് തുടരാമല്ലോ. അതുകൊണ്ട് കക്ഷത്തിലിരിക്കുന്നത് പോകത്തില്ല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനുള്ള ഒരു ശ്രമമാണ്. അത് ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്നിവർ മനസ്സിലാക്കുന്നു. പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തലുമുണ്ട്, പൊതുജനങ്ങളുടെ ഒരു കണക്കുകൂട്ടലും അങ്ങനെയാണ്. പിണറായി വിരുദ്ധ തരംഗമുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം BJP അനുകൂല നിലപാടെടുക്കുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി മത്സരിക്കുമെന്നൊരു, വട്ടൂർകാവിലോ തിരുവനന്തപുരത്തോ നേമത്തോ മത്സരിക്കുമെന്നും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് അദ്ദേഹം അപ്പുറത്തെ ഭാഗത്തോട്ടൊന്നും നിൽക്കുന്നില്ല, വാർത്തയിൽ അത്രയും വലിയ ഇടവും പിടിക്കുന്നില്ല. ഇപ്പോഴാണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത് നിയമസഭയിലേക്ക്. പക്ഷേ തരൂര് നിന്നാൽ കോൺഗ്രസ്സുകാർ കാലുവാരില്ലേ? എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം തരൂരിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചിത്രീകരിച്ചുകൊണ്ട് കാലുവാരാനുള്ള. തിരുവനന്തപുരം സെൻട്രലിലാണെങ്കിൽ തൊട്ടു പിന്നാലെ BJP നിൽപ്പുണ്ട്. അപ്പോൾ അത് കടുത്ത മത്സരമായിരിക്കും അവിടെ. അല്ല, രാജീവ് ഉണ്ടായിരുന്നിട്ട് പോലും തിരുവനന്തപുരത്ത് ലോക്സഭയിൽ ലീഡ് ശശി തരൂരിനാണ്. അതാ പറഞ്ഞ തൊട്ടു പിന്നാലെ BJP നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ UDFിലെ ഘടകകക്ഷിയായ CMPക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അവിടെ CP ജോൺ പ്രവർത്തനം തുടങ്ങിയെന്നും പറയുന്നത്, CMPയുടെ CP ജോൺ. അതല്ല, പിന്നെ അരുവിക്കരയിൽ നിന്ന് ശബരിനാഥിനെ ഇങ്ങോട്ടേക്ക് നിർത്താനാണ് പാർട്ടി ആലോചിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പേരുടെയും പേരുകൾ ഇങ്ങനെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പം തരൂര് മാത്രമല്ല, തരൂരിനോടൊപ്പം വേറെ പലരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് 14 MP കോൺഗ്രസിൻ്റെ. പിന്നെ 4 പേര് മുസ്ലിം ലീഗും RSPയും കേരള കോൺഗ്രസുമായിട്ട്, പിന്നെ 2 പേര് CPM BJP ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ 14 പേര് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ 14 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള 14 ജയിക്കുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് കണ്ണൂരിൽ K സുധാകരൻ പറയുന്നുണ്ട്, പിന്നെ കണ്ണൂരിൽ മത്സരിക്കും എന്ന്. ആറന്മുളയിൽ ആൻഡോ ആന്റണി പത്തനംതിട്ടയിലെ MP ആയി. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിന് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരാനാണ് താല്പര്യം. 8 തവണയായിട്ട് MP-യാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും പോകാനില്ല എന്ന് വ്യക്തമായി. അവിടെ ഇരുന്നിരുന്ന് കസേര തേഞ്ഞു. അതെ, ഇനി ഒരു കാര്യവുമില്ല. കാരണം ഒരു തരത്തിൽ അവരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം KPCC അധ്യക്ഷനാകാനുള്ള ഒരു ശ്രമവും നടത്തി, അതും ഇല്ലാതായിപ്പോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് അടൂരിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അടൂർ സംവരണ മണ്ഡലമാണ്. അവിടെ ചിറ്റയം ഗോപകുമാറാണ് ഇപ്പോൾ. ചിറ്റയം ഗോപകുമാർ ഇനി മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. കാരണം CPയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയി. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. അതുപോലെ പാലക്കാട് ഷാഫി പറമ്പിലും തിരിച്ചു വരുന്നെന്നാണ് പറയുന്നത്. ഷാഫിയെ ഇപ്പോൾ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ വടകരയിൽ നിന്ന്. അപ്പം മാങ്കൂട്ടത്തിലിനെ എവിടെ കൊണ്ടുപോകുന്നുള്ളതാണ്. മാങ്കൂട്ടത്തിലിന് സേഫായിട്ടുള്ള വേറെ ഒരിടം കൊടുക്കും. ഷാഫിക്ക് എന്തായാലും പാലക്കാട് തന്നെ മതി. പിന്നെ ഇദ്ദേഹം നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ നിന്ന് കോന്നിയിലേക്ക് അടൂർ പ്രകാശ്. കാരണം അത് എനിക്ക് തോന്നുന്നു ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരം കിട്ടണം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ആർക്കും കൊടുത്തില്ലെങ്കിലും അടൂർ പ്രകാശിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അടൂർ പ്രകാശ് UDFിൻ്റെ കൺവീനറാണ്. പിന്നെ ഈഴവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. അതില്ലെന്നും പറഞ്ഞാണ് വെള്ളാപ്പള്ളി. അതോടൊപ്പം തന്നെ ശശി തരൂരിനും കൊടുക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഈ ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന ലെവലിലേക്ക് അദ്ദേഹത്തെ ചുരുക്കാമല്ലോ. ചുരുക്കാം. അപ്പോൾ അത് പിന്നെ നമ്മുടെ പെരുന്നയിലെ പിന്നെ നായർ പോപ്പിനും താല്പര്യമുള്ളതാണ് തരൂരിനെ ഇവിടെ കൊണ്ടുവരാൻ. പക്ഷെ ഇതെല്ലാം മുതിർന്ന നേതാക്കന്മാരാണ്. ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിമാരുടെ പട്ടിക നീളും. 3 മാസം വെച്ച് മുഖ്യമന്ത്രിമാർ മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരു വർഷം തന്നെ 4 പേര് കാണും. അങ്ങനെ 5 വർഷം മുസ്ലിം ലീഗും അതെ, മുസ്ലിം ലീഗും. പിന്നെ അതുപോലെ തന്നെ ഈ കോൺഗ്രസിനകത്ത് ഒതുങ്ങിക്കഴിയുന്ന കടൽക്കിഴവന്മാരിൽ ചിലർ വീണ്ടും ചില നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രൊഫസർ PJ കുര്യൻ
തിരുവല്ലയിൽ മത്സരിക്കാനായിട്ട്. മർത്തോമാ സഭയുടെ ആസ്ഥാനം കൂടിയാണ്, അവിടെ ക്രൈസ്തവരുടെ ഇടമാണ്. അവിടെ BJP-യിൽ നിന്ന് അനൂപ് ആൻ്റണിയാണ് മത്സരിക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം ഹൈക്കമാൻഡ് ഇതങ്ങ് അംഗീകരിക്കും. കാരണം പുതിയ സ്ഥാനാർത്ഥികളെ ഇറക്കി പരീക്ഷണത്തിന് മുതിരത്തില്ല. കാരണം ഈ സമയത്ത് ഭരണം കിട്ടണം. മൂന്നാം വട്ടമായില്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത്. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ പാർട്ടി കാണില്ല. നമ്മുടെ പാലോട് രവി പറഞ്ഞ പോലെ എടുക്കാച്ചരക്കായി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇറക്കി കൊണ്ട് മണ്ഡലമൊക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. കാരണം സുധാകരനൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്, ആരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ ആൻ്റണി തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞതാണ്, ഒടുവിലത് മാറി. അതുപോലെ തന്നെ ഇദ്ദേഹം ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെയും ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ്. ഇനി അഥവാ ഇവരെല്ലാം വന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിലേക്ക് ആ യുവനിരയെ അങ്ങ് വിടാം. അവിടെ ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഏതായാലും ഇനിയിപ്പോൾ 2029 വരെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ബാക്കി അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് തരൂർ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലെന്നുള്ളതാണ്. തരൂരിനെ ഒന്നുകിൽ കോൺഗ്രസ്സുകാരെ ഇവിടെ നിന്ന് അതിനെ ശക്തിയായി എതിർക്കുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, KC വേണുഗോപാലും വേണമല്ലോ ഇത് പിന്നെ അംഗീകരിക്കാൻ. KC വേണുഗോപാൽ തന്നെയാണ് ഹൈക്കമാൻഡ്, അതിനപ്പുറമൊന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധി അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തരൂരിന് ഹൈക്കമാൻഡ് വേണമെങ്കിൽ മത്സരിക്കാൻ ഇറങ്ങുമല്ലോ. KC വേണുഗോപാൽ, അതെ, KC വേണുഗോപാലിന് മണ്ഡലം ആലപ്പുഴയാണ്. അത് ഒരുപക്ഷെ മത്സരിക്കാതെ ചിലപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കും. തരംഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഇവരെല്ലാം നിന്ന് ജയിക്കട്ടെ. അത് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഹൈക്കമാൻഡ് അവിടെ നിന്ന് ഇറക്കും അദ്ദേഹത്തെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എന്നിട്ട് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് 6 മാസത്തിനകം ഒരു മണ്ഡലം ഏതെങ്കിലും വളരെ സേഫായിട്ടുള്ള മണ്ഡലത്തിൽ നിർത്തിയാൽ പോരെ. അപ്പോൾ ഈ മുഖ്യമന്ത്രിയാകാൻ സ്ഥാനമോഹി എന്നും പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്ന് മത്സരിച്ച് തോക്കണ്ട. ആലപ്പുഴ അതിനുള്ള അവസരവും ഉണ്ടാകും. VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലടിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേണ്ട, വേണുഗോപാൽ അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുമല്ല, ആലപ്പുഴയിൽ അല്പം ഭയം കാണും. കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. അത് പിന്നെ വേണുഗോപാലിനും കൂടെ വോട്ടാണ്. ഇഴവ വോട്ടുകൾ നന്നായിട്ട് അവിടെ ചോർന്നു. 2,99,000 വോട്ടല്ലേ അവിടെ നേടിയത്. അപ്പോൾ അതുകൊണ്ട് KC ഇപ്പോൾ ഇറങ്ങി വരത്തില്ല, അതിൻ്റെ സമയം ആകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ കോന്നിയിൽ എന്തായാലും അടൂർ പ്രകാശിന്, കാരണം എന്ന് വെച്ചാൽ ഈ ചിലരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇവർ മണ്ഡലം അങ്ങ് CPM-ന് അങ്ങ് കൊടുത്തു. ഇപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം കോന്നിയും അത് രണ്ടും CPM-ൻ്റെ കൈകളിലോട്ട് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് അതൊക്കെ തിരുത്തുന്നതിനും കൂടിയുള്ള ഒരു അവസരമാണ്. ഈ MP-മാരെയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തരൂരിനെ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വകുപ്പും കൊടുക്കണ്ടേ? മന്ത്രിയല്ലാതിരിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിക്ക് ആകാൻ യോഗ്യനാണ്. പിന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ് പോലും തരൂരിന് കൊടുത്തു എന്ന് വരാം.